ഹലോ ഫ്രണ്ട്സ്, ഐശ്വൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലെ ആനക്കോട്ടയിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഉള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ. അഡൽട്ട്സ് മുതിർന്നവരാണെങ്കിൽ 20 രൂപയാണ്. ഒരു 5 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ 10 രൂപയാണ് കുട്ടികൾക്ക് ടിക്കറ്റ്. അപ്പോൾ ഐവൂട്ടൻ ഗജവീരന്മാരെ കാണാനുള്ള ആകാംക്ഷയിലാണ് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരുപാട് ആനകൾ കാണുന്നുണ്ട്. അത് ഓരോ ആനകളായിട്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ. പനയൊക്കെ എടുത്ത് നടന്നു പോകുന്നുണ്ട്. ഒരുപാട് ആനകളുണ്ട് കേട്ടോ. ഇതാണ് ആനത്താവളം, കണ്ടോ. ഇവിടെ ഒരുപാട് ആനകളുണ്ട്. ഓരോ സൈഡിലായിട്ട് അവരെ തളച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ആനകൾ കൂട്ടത്തോടെ കാണുമ്പോൾ നല്ല രസമല്ലേ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും ആനയെ. അപ്പോൾ ആനകൾ അവിടെ ഇവിടങ്ങളായിട്ട് ഒരുപാട് ആനകളുണ്ട്. പുന്നത്തൂർ കോട്ട ആനത്താവളാണിത്, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചുറ്റി നടന്ന് കാണാനുണ്ട് കേട്ടോ ആനകളെ. അപ്പോൾ ഒരു ആനയെ കണ്ട എക്സൈറ്റഡിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ എന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇതാണ് ആനകളുടെ തറവാട് കേട്ടോ. ഒരുപാട് ഗജവീരന്മാരുണ്ട് കേട്ടോ ഇതിനുള്ളിൽ. ഇതവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വലിയൊരു കുളമാണ് കേട്ടോ. ഇത് ആനകൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ ആനകളെ കുളിക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു കുളത്തിലിറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ചൊരു ഉച്ചയാകാറായിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവിടെയൊന്നും ആനകളെ കണ്ടില്ല കുളത്തിലിറങ്ങിയിട്ട്. ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു. പനയൊക്കെ എടുത്തിട്ട് അവർ പാപ്പാന്മാർ പറയുന്നത് കേട്ടനുസരിച്ച് നടന്ന് കൊണ്ടുപോകുന്നതൊക്കെ കണ്ടു കേട്ടോ. പഴമൊക്കെ കഴിക്കുന്നത് കണ്ടു ആന. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ ആനകളുടെ എല്ലാ വിശേഷങ്ങളും കാഴ്ചകളും കാണാം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ആനകളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ, നേരിട്ട് കണ്ടിട്ടില്ല. പഴമൊക്കെ തിന്നുന്നത് കണ്ടിട്ടുണ്ട്. ഫുഡ് അവിടെയുള്ള പാപ്പാൻ കൊടുക്കുകയാണ് കേട്ടോ ആനയ്ക്ക്. ഇതാ കണ്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. അത് കറക്റ്റ് സമയത്ത് വായ തുറന്ന് അത് കറക്റ്റ് ആയിട്ട് അവർ ഫുഡായിട്ടുള്ള ഒരു ബോളാക്കിയിട്ടാണ് ആനയുടെ വായിലോട്ടേക്ക് ചാടിക്കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ ആ ഒരു സൈഡിലെത്തുമ്പോഴേക്ക് ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലിപ്പ് നിങ്ങൾക്കൊക്കെ ഏറെ കാണാൻ പറ്റി.
പിന്നെ അങ്ങനെ അങ്ങ് നടന്നു കേട്ടോ, ചുറ്റിലുമായിട്ട് നടന്നു. ഒരുപാട് ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും പനയൊക്കെ ആയിട്ട് പോകുന്നതും ഒക്കെ കണ്ടിരുന്നു. ഇതാ കാണുന്നില്ല, നല്ല ഗജവീരന്മാർ നടന്നു പോകുന്നത്. ആനയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനക്കോട്ടയിൽ പോകാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് മസ്റ്റായിട്ടും കാണണേ. ഇതിലെല്ലാ ഭാഗങ്ങളും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ, കുട്ടികളൊക്കെ ആകാംക്ഷയോടെ കാണുന്നുണ്ട് കേട്ടോ. കുറേ ആനകളെ ഒരുമിച്ച് കാണുന്നത് കൊണ്ട് തന്നെ കാണുന്നുണ്ട്. അവിടുന്ന് ഒരു ആനയെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ഷെഡിന് താഴെ ഇരുത്തി ആനയെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ പൈപ്പ് വെച്ച് അതിൽ വെള്ളം എടുത്താണ് കുളിപ്പിക്കുന്നത്. ഒരാനയെ കുളിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, പാടാണ് കേട്ടോ. അതിൻ്റെ കാലിലെ അഴുക്കുകളും തുമ്പിക്കൈയിലെ അഴുക്കുകളൊക്കെ അവർ എന്തോ നല്ല ബ്രഷല്ല തോന്നുന്നു, ചകിരി വെച്ചോ അങ്ങനെ എന്തോ ആണ് അവർ കുളിപ്പിക്കുന്നത് കണ്ടത്. ഒരുപാട് റിസ്ക് ഏറിയ ഒരു കാര്യമാണ് കേട്ടോ അതിനെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നത്. അതനങ്ങാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ആന തുമ്പിക്കൈയൊക്കെ മടക്കി അനങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ആന കുളിക്കുന്നത് നേരിൽ കാണുന്നത് കേട്ടോ. ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാലും ഇത്തിരി എന്താ പറയുക, ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് നേരിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ചാനൽ 2K സബ്സ്ക്രൈബേഴ്സ് ആവാറായിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുകൾ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒത്തിരി താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു.